ബഹുമാനപ്പെട്ട ഭരണകക്ഷി അംഗങ്ങൾ വിചിത്രമായ വാദങ്ങളാണ് ഉയർത്തിയത്. സീനിയർ അംഗങ്ങൾ പോലും ചോദിച്ചു, എന്തിനാണ് ഇത് അടിയന്തര പ്രമേയമായിട്ട് കൊണ്ടുവരുന്നത്? ഇത് അടിയന്തര പ്രമേയത്തിന് യോജിച്ചൊരു സബ്ജക്റ്റ് അല്ല എങ്കിൽ പിന്നെ എന്തിനാണ് മുഖ്യമന്ത്രി ചർച്ചയ്ക്ക് സമ്മതിച്ചത്? എന്തിനാണ് ചർച്ചയ്ക്ക് 2 മണിക്കൂർ കളഞ്ഞത്? ഒന്ന്. രണ്ടാമത് ഉള്ള ചോദ്യം, ഇത് 2:30. നിങ്ങൾ മറുപടി പറയണ്ട, ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുക. അല്ല, നിങ്ങളല്ലല്ലോ പറയണ്ട, മുഖ്യമന്ത്രി പറഞ്ഞു. എന്നെ തടസ്സപ്പെടുത്തരുത്, തടസ്സപ്പെടുത്തരുത്. അങ്ങനെ ഒരു സീനിയർ ആയിട്ടുള്ള ആളാ, തടസ്സപ്പെടുത്തരുത്. അത് ശരിയല്ല. ഞാൻ അങ്ങനെ വേണ്ട. 2.5 വർഷം മുമ്പ് നടന്ന സംഭവത്തിന് എന്തിനാണ് സഭയിൽ കൊണ്ടുവരുന്നത്? നിങ്ങളൊരു സമരം ചെയ്തോ? നിങ്ങൾ കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ റെക്കോർഡ് നോക്ക്. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 2 മാർച്ച്, അന്ന് പോലീസ് സ്റ്റേഷൻ മാർച്ച് 2 കൊല്ലം മുമ്പ് നടത്തിയിട്ടുണ്ട്. അതിനെ തുടർന്നാണ് സ്ഥലം മാറ്റിയത്. മർദ്ദനമേറ്റു എന്ന് പറഞ്ഞു. ആരെങ്കിലും വിചാരിക്കും ഒരു നിസ്സാരമായ കേസിൽ ഇത്രയും ക്രൂരമായ മർദ്ദനം ഏറ്റുവാങ്ങുമെന്ന്? അതറിയാവുന്നത് നിങ്ങൾക്ക് മാത്രമാണ്. കാരണം CCTV ഫുട്ടേജ് പുറത്തു കൊടുക്കാതെ പിടിച്ചു വെച്ചതാണ് പോലീസ്. RTI ആക്ടിൻ്റെ പവർ കൊണ്ടാണ് ഇതിന്ന് പുറത്തു വന്നത്. ഇല്ലെങ്കിൽ ഇപ്പോഴും പുറത്തു വരില്ല. ഇപ്പോഴും നമ്മൾ ആരും ഇത് വിശ്വസിക്കില്ല. എന്തൊരു ക്രൂരമായ മർദ്ദനം! അത് കേട്ടിട്ട് അത് നിയമസഭയിൽ കൊണ്ടുവരണ്ടേ? മാധ്യമങ്ങൾ രാവിലെ കൊടുത്തു. മാധ്യമങ്ങൾ ആയിട്ട് നെക്സസ് ആണ്. എന്തൊക്കെയാ പറഞ്ഞത്? ഇത് സാമാന്യ ബുദ്ധിയുള്ള അരിയാഹാരം കഴിക്കുന്ന എല്ലാവരും അറിയില്ല ഇത് പ്രതിപക്ഷം ഇത് കൊണ്ടുവരുന്നു. ഈ നിയമസഭയിൽ ഈ വിഷയം കൊണ്ടുവരാതിരിക്കാൻ കഴിയോ? ഇത് കണ്ടു കഴിഞ്ഞാൽ ചങ്ക് പറഞ്ഞു പോവില്ലേ? ഒരു ചെറുപ്പക്കാരനെ പോലീസ് സ്റ്റേഷനിലിട്ട് 4-5 പേര് ക്രൂരമായി മർദ്ദിച്ചു. വിഷ്വലിൽ കാണുന്നത് മാത്രമല്ലല്ലോ, കാണാത്ത സ്ഥലത്ത് കൊണ്ടുപോയി ഇവിടെ വിശദീകരിച്ചു. കാണാത്ത സ്ഥലത്ത് കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ചു. ഇതിനെ ന്യായീകരിക്കാൻ പറ്റുമോ ആർക്കെങ്കിലും? അതിനെയാണോ ന്യായീകരിക്കുന്നത്? എന്നിട്ട് അയാൾക്ക് കേസുണ്ട്, കുറേ കേസ്. എന്തൊക്കെയാ കേസ്? കൊറോണ കാലത്ത് കുന്നംകുളത്ത് ജാഥ നയിച്ചു. കൊറോണ കാലത്ത് ഇന്ധനവില വർധനവിനെതിരായി റോഡ് ഉപരോധം, ക്രമസമാധാന പ്രശ്നം മുന്നിൽ കണ്ട് പ്രിവെന്റീവ് ഡീറ്റൻഷൻ, കുന്നംകുളം MLA മൊയ്തീൻ്റെ വീട്ടിൽ റെയ്ഡ് നടന്നത് അറിഞ്ഞെത്തിയതിന്, സംശയാസ്പദമായി കണ്ടതിൽ വെച്ച് ജാഥ നടത്തിയതിന്. ഇതൊക്കെ ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്ക്, ഞങ്ങൾക്കെതിരെ എത്ര പേർക്കെതിരെ കേസുണ്ട്? ഞങ്ങളെ കൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ഇതുപോലെ മർദ്ദിക്കുമോ? ക്രൂരമായി. നിസ്സാരമായ കാരണത്തിൽ കൊണ്ടുപോയാണ്. ഒരു കൊലപാതകിയല്ല, ഒരു തീവ്രവാദിയല്ല, പോലീസിനെ കയ്യേറ്റം ചെയ്തിട്ടില്ല. മദ്യപിച്ചു എന്ന് കള്ളക്കേസുണ്ടാക്കി. പരിശോധിച്ചപ്പോൾ മദ്യപിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. ഒരു കുഞ്ഞിനെയല്ലേ നിങ്ങൾ, വല്ലോൻ്റെ മക്കളല്ലേ? എന്നിട്ട് അതിനെ വന്ന് ന്യായീകരിക്കുകയാണ് നിങ്ങൾ. ഒരു നാണവുമില്ല. ഈ ക്രൂരമായ മർദ്ദനത്തെ നിങ്ങൾ ന്യായീകരിക്കുകയാണ്. അതാണ് നിങ്ങൾ ചെയ്തത്, അതാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സർ, ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോഴല്ലേ എന്നെ തടസ്സപ്പെടുത്തിയ മുഖ്യമന്ത്രി സംസാരിക്കില്ല. എന്നെ തടസ്സപ്പെടുത്തിയ മുഖ്യമന്ത്രിയോട് സംസാരിക്കില്ല. മുഖ്യമന്ത്രി സാറേ, പോലീസിനെ തിരുത്താനല്ല നിങ്ങൾ ശ്രമിച്ചത്. നിങ്ങൾ ഈ ദൃശ്യങ്ങൾ പിടിച്ചു വയ്ക്കാനാണ് ശ്രമിച്ചത്. സാർ, ഈ ദൃശ്യം പുറത്തു വന്നതോടുകൂടി എത്ര ദൃശ്യങ്ങളാണ് പിന്നീട് പുറത്തേക്ക് വന്നത്? എത്ര പരാതികളാണ് പുറത്തേക്ക് വന്നത്? ഇവിടെ പറഞ്ഞല്ലോ, കുന്നംകുളത്ത് പീച്ചിയിൽ നിങ്ങളുടെ LC സെക്രട്ടറിയുടെ കരണക്കുറ്റിക്കിട്ടല്ലേ പോലീസ് അടിച്ചത്? എന്നിട്ട് ഏരിയ സെക്രട്ടറി വന്നിട്ട് മാറ്റിയ പരാതിയില്ല. ആ പാവം പറയും എന്നെ മാറ്റിക്കോളാൻ പറഞ്ഞു LC സെക്രട്ടറി സ്ഥാനത്ത് നിന്ന്. എൻ്റെ കരണക്കുറ്റിക്ക് ഒത്തുതീർപ്പിന് പോയതാ പോലീസ് സ്റ്റേഷനിൽ. മൂവാറ്റുപുഴയുടെ കാര്യം മാത്യു കൊൽനാടൻ പറഞ്ഞു. കോഴിക്കോട് ലീഗ് നേതാവിൻ്റെ കരണത്തടിക്കുന്ന ദൃശ്യങ്ങൾ വന്നു. തിരുവനന്തപുരത്ത് പാവപ്പെട്ട ഒരു സ്ത്രീയെ കക്കൂസിന് വെള്ളം എടുത്ത് കുടിക്കാൻ ഒരു ദളിത് സ്ത്രീയോട് പറഞ്ഞ നാണം കെട്ട പോലീസാണ് നിങ്ങളുടെ. 20 മണിക്കൂർ പോലീസ് സ്റ്റേഷനിൽ നിരപരാധിയായൊരു ദളിത് യുവതിയെ ഇരുത്തിയിട്ട് വെള്ളം കുടിക്കാൻ ചോദിച്ചപ്പോൾ കക്കൂസിൽ പോയി വെള്ളം എടുത്ത് കുടിക്കാൻ പറഞ്ഞ നാണം കെട്ട പോലീസാണ് നിങ്ങളുടെ പോലീസ്. നാണം കെട്ട പോലീസ്.